അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് ദോശയുടെ അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉഴുന്ന് അരക്കാതെ തന്നെ ഉഴുന്നും അരിയൊന്നും കുതിർത്തിട്ടോ അരക്കാതെ രാവിലെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ ടേസ്റ്റുമുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുള്ളത് ആദ്യം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു ഗ്ലാസ് റവ ഇട്ട് കൊടുത്തു. റവ കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് റവയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, ഗോതമ്പല്ല കേട്ടോ, കടലപ്പൊടി 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും അങ്ങനെ ഇട്ട് കൊടുക്കും. ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു കണക്കിലാണ്. അപ്പം നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. റവയാകുമ്പോൾ കുറഞ്ഞ തരിയൊക്കെ കാണും, എന്നാലും നമുക്ക് കഴിയുന്നത്ര പൊടിച്ചെടുക്കുക. ഇതുപോലെ ഞാൻ 1 ഗ്ലാസ്സും കൂടി റവ എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കും ഗോതമ്പ് പൊടിയും കടലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്തത്. 1 ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് എന്ന തോലും. നല്ല പുളിയുള്ള തൈരാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ മതി. പുളി കുറഞ്ഞതാണെങ്കിൽ 1 ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരൊക്കെ എടുക്കുക. അപ്പോൾ പുളിയുള്ള തൈര് ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ അപ്പക്കാരൊക്കെ ഇല്ലേ, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ കട്ടൊന്നും ഇല്ലാതെ നല്ല ഒന്ന് ഉടച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ദോശൻ്റെ മാവുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ള ദോശമാവ് കോരി ഒഴിക്കാൻ പറ്റിയ അതേ ഒരു കട്ടിയിലാക്കുക. അപ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനിത് ഇതുപോലെ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. ഒരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് ഇതുപോലെ വെക്കാം. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോൾ കട്ടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോരി ഒഴിച്ചിട്ടൊന്ന് ചുറ്റാനൊക്കെ പറ്റിയ ആ ഒരു കട്ടിയിൽ നമ്മൾ ആക്കിയാൽ മതി. നമ്മൾ ദോശയൊക്കെ ചുടൂലേ, അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ കൊടുക്കുക. ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് ചട്ടി ചൂട് കൂടി പോകരുത്. ഇങ്ങനെ ഇതുപോലെ ചുറ്റി എടുക്കാൻ കഴിയൂല. ചൂട് കൂടിയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ചൂട് കുറക്കുക. പിന്നെ ചെറിയ തീയിലിട്ട് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആ നെയ്യ് എല്ലായിടത്തേക്ക് ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ നല്ലൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ ടേസ്റ്റും ഉണ്ടാവും. കളറൊക്കെ ഒന്ന് മാറി നിന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ റൂളാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ദോശ ഒന്ന് റെഡിയായി. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ ദോശ ഇങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. അപ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഈ ദോശ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കേട്ടോ. ചൂടാറി തണുത്ത് കഴിയുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് മാവ് അരിയൊക്കെ കുതിർക്കാതെ ഉഴുന്നൊന്നും കുതിർക്കാത്ത ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് പെട്ടെന്നൊക്കെ ഒരു ദോശ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് തട്ടിക്കൂട്ടാനൊക്കെ പറ്റിയൊരു ഒരു വിഭവം തന്നെയാണ്. റവ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദോശയൊക്കെ ഇതുപോലെ ഉഴുന്ന് ദോശയുടെ ഒക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അതൊരു ടേസ്റ്റ് തന്നെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്.
അങ്ങനെ ഞാൻ ദോശ പിന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ റവ വെച്ചിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ അറിയിക്കുക, കമൻറ്റൊക്കെ അറിയിക്കുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം, ഇൻഷാ അല്ലാഹ്.